5, 4, 3, 2, 1, and liftoff of the Space Shuttle Discovery with the Hubble Space... 1990 ഏപ്രിൽ 24 ഉച്ചയ്ക്ക് 12:30 മണിക്ക് അമേരിക്കയിലെ ഫ്ലോറിഡ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്ന റോക്കറ്റിന് ഒരൊറ്റ ദൗത്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു ടെലസ്കോപ്പിനെ സ്പേസിൽ വിക്ഷേപിക്കുക. ആ ടെലസ്കോപ്പിന്റെ പേരാണ് ഹബിൾസ് ടെലസ്കോപ്പ്. പ്രപഞ്ചത്തിന്റെ വളരെ തെളിമയാർന്ന ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കുക എന്നതായിരുന്നു ഹബിൾ ടെലസ്കോപ്പിന്റെ പ്രധാന ദൗത്യം. ഭൂമിയുടെ അന്തരീക്ഷം വാനനിരീക്ഷണത്തിന് ഒരു തടസ്സമാണ്. കാരണം അന്തരീക്ഷം ഇൻഫ്രാറെഡ് റേസ്, അൾട്രാവയലറ്റ് റേസ്, ഗാമ റേസ് ഇവയൊക്കെ അബ്സോർവ് ചെയ്യും. മാത്രമല്ല ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. വാനനിരീക്ഷണത്തിന് അന്തരീക്ഷം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മറിച്ച് സ്പേസിൽ ഒരു ടെലസ്കോപ്പ് വയ്ക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മറികടക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം, അതായത് സ്പേസിൽ ഒരു ടെലസ്കോപ്പ് എന്നൊരാശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് സ്പിറ്റ്സർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് 1944. അദ്ദേഹത്തിന് ആ ഒരു സ്വപ്നമാണ് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കൂടി സംയുക്തമായിട്ട് 1990 റിയലൈസ് ചെയ്തത്. ഫണ്ടിങ്ങിൻ്റെ ചില പ്രശ്നങ്ങളായിരുന്നു നാസയ്ക്ക് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വന്നത്. തീർച്ചയായിട്ടും ടെക്നോളജിക്കൽ കൊളാബറേഷനും ഈസ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായിട്ടുണ്ടായിരുന്നു. $2 ബില്യൺ ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ഈ ടെലസ്കോപ്പിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹബിൾ ടെലസ്കോപ്പിന് ഈ ഒരു പേര് വരാൻ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹബിൾ എന്നത് ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ്, എഡ്വേർഡ് ഹബിൾ. അദ്ദേഹം ഒരു അമേരിക്കൻ ആസ്ട്രോണമർ ആയിരുന്നു. ഈ ഹബിളിന്റെ കാലഘട്ടം വരെ ശാസ്ത്രജ്ഞന്മാർ കരുതിയിരുന്നത് പ്രപഞ്ചത്തിലുള്ള ഏക ഗാലക്സി എന്ന് പറയുന്നത് മിൽക്കി വേ മാത്രമാണെന്നായിരുന്നു. എന്നാൽ മിൽക്കി വേ മാത്രമല്ല, അതുപോലെ നിരവധി ആയിരക്കണക്കിന്, ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഗാലക്സികളുണ്ടെന്ന് കണ്ടെത്തിയത് ഹബിളാണ്. മാത്രമല്ല ഈ ഗാലക്സികളെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡും അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ സംഭാവന അദ്ദേഹം നൽകിയത് പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചാണ്. അതായത് പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒന്നല്ല, ഇറ്റ്സ് എക്സ്പാൻഡിങ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഫോർ എവർ എന്നൊരു വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ഹബിൾ. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ സ്പേസ് ടെലസ്കോപ്പിന് ഹബിൾ ടെലസ്കോപ്പ് എന്ന പേര് നൽകിയത്. ഭൂമിയിൽ നിന്നും ഏകദേശം 500 കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റിൽ തിരിയുന്ന ഈ ടെലസ്കോപ്പ് ഓരോ 95 മിനിറ്റിലും ഭൂമിയെ വലംവയ്ക്കുന്നുണ്ട്. ഈ ടെലസ്കോപ്പ് പ്രശ്നത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മിറർ പോളിഷിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു തലമുടി നാരിന്റെ 50 തിക്നെസ്സിലുള്ള പോരായ്മ. അതുകൊണ്ടാണ് ഈ ഇമേജുകൾ അൺക്ലിയർ ആയിട്ട് കാണപ്പെട്ടത്. അത് ഡിറ്റക്ട് ചെയ്യുന്നത് ലോഞ്ചിങ്ങിന് ശേഷം മാത്രമാണ്. ബാക്കി എല്ലാ സംവിധാനങ്ങളും മോഡുലാർ ആയിട്ടുള്ളതാണെങ്കിലും മിറർ മോഡുലാർ ആയിരുന്നില്ല. അപ്പൊ ആ മിററിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല. കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് മാറ്റുകയല്ല ചെയ്യുന്നത്, പകരം നമ്മൾ കണ്ണട വെച്ച് കാഴ്ചാ പ്രശ്നം പരിഹരിക്കും. അതേപോലെ തന്നെയാണ് ഈ കോസ്റ്റാർ എന്ന് പറയുന്ന എക്യുപ്മെന്റും ഉപകരണവും അത് തന്നെയാണ്. മിററിനെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം മിററിലുണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു എക്യുപ്മെന്റാണ് കോസ്റ്റാർ. ഈ 7 പേര് അവിടെ പോയി സ്പേസ് വാക്കിംഗ് നടത്തി റിപ്പയർ ചെയ്ത് അതിനുശേഷം മാത്രമാണ് വളരെ തെളിവാർന്ന ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കാൻ തുടങ്ങിയത്. അത് ആ റിപ്പയർ ടീം ആദ്യമായിട്ട് സ്പേസിലേക്ക് പോയത് 1993 അതായത് 3 വർഷം കഴിഞ്ഞ് 1990 ലോഞ്ചിങ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റി. പക്ഷെ അതിനുശേഷം കിട്ടിയ ചിത്രങ്ങളെല്ലാം വളരെയധികം തെളിവാർന്ന ചിത്രങ്ങളായിരുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വേറെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ഫണ്ടമെന്റൽ സയൻസ് കൊണ്ട് എന്താ പ്രയോജനം എന്നുള്ളത്.
ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചിട്ട് നൂറ്റാണ്ടുകളാകും. അദ്ദേഹത്തിൻ്റെ ഈ തിയറി ആസ്പദമാക്കിയാണ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ഗൈഡൻസ് സിസ്റ്റമായ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമായ GPS വർക്ക് ചെയ്യുന്നത്. 1990 വിക്ഷേപിച്ച ഈ ഹബിൾ ടെലിസ്കോപ്പ് വഴി ഏകദേശം 15 ലക്ഷം ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ട്. ആ ഒബ്സർവേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി 21,000-ൽ പരം പിയർ റിവ്യൂഡ് ജേണൽസും ഉണ്ടായിട്ടുണ്ട്. ഈ ടെലിസ്കോപ്പിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത CCD ക്യാമറ, ചാർജ് കപ്പിൾ ഡിവൈസ് ക്യാമറ, അതിൻ്റെ കുറേ കൂടെ വികസിത രൂപം, അതാണ് നിങ്ങൾ ഞാനൊക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ക്യാമറയിലും സാധാരണ ക്യാമറയിലും ഉപയോഗിക്കുന്ന സെൻസറുകൾ. ഡീപ് സ്പേസ് ഇന്നോവേഷന് വേണ്ടി ഉപയോഗിച്ച അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് മെഡിക്കൽ ഫീൽഡിലെ എക്സ്റേ മാമോഗ്രഫിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കോസ്മോളജിക്കൽ ഒബ്സർവേഷൻസ് ഹ്യൂജ് ഡാറ്റാബേസ് ആണ്. അപ്പോൾ ആ ഹ്യൂജ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഓപ്പസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതേ ഓപ്പസ് സോഫ്റ്റ്വെയർ ആണ്. ഹബിൾ ടെലിസ്കോപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചെടുത്ത മിറർ, അതിൻ്റെ അതേ സാങ്കേതിക വിദ്യയാണ് സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ, ചിപ്പ് നിർമ്മാണത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഹബിൾ ടെലിസ്കോപ്പിൽ നയിച്ച ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി നിരവധി എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിലെ നാനാ തുറകളിലും ഈ ഹബിൾ ടെലിസ്കോപ്പും അതുവഴി നമുക്ക് ലഭിച്ച ഒബ്സർവേഷൻസും നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ അത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഹബിൾ ടെലിസ്കോപ്പ് സ്വാധീനം ചെലുത്തി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പ്രപഞ്ച സത്യത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ഹബിൾ ടെലിസ്കോപ്പ് ഇന്നും അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു.